ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ മലയാളം ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. സ്നേഹസാഗരം. കടന്നു പോകാനല്ലേ പറഞ്ഞത്, ഇനി ഇവിടെ കാണരുത്. അയാൾ ക്ഷുഭിതനായി. അടഞ്ഞു കിടന്ന വാതിലിനു മുന്നിൽ വൃദ്ധൻ കുറച്ചു നേരം നിന്നു. വാതിൽ തുറന്നില്ല. വൃദ്ധൻ വേച്ചു നടന്നു. ശല്യം ഒഴിഞ്ഞു പോട്ടെ. സ്വന്തം അച്ഛനെ പടിയിറക്കി മകൻ ആശ്വസിച്ചു. മുത്തച്ഛ, മുത്തച്ഛ. ഒരു കുട്ടി സ്നേഹത്തോടെ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എല്ലാം കണ്ടു, സങ്കടപ്പെടേണ്ട, വരൂ നമുക്ക് പോവാം. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്ന് ഗുരുവചനം. എന്നിട്ടും സ്വന്തം മകൻ തന്നെ അച്ഛനോടിങ്ങനെ കഷ്ടം. വൃദ്ധനോടൊപ്പം നടന്നുകൊണ്ട് അവൻ പറഞ്ഞു. തൻ്റെ ആരുമല്ലാത്ത ആ കുഞ്ഞിൻ്റെ സ്നേഹത്തിനു മുന്നിൽ അയാൾ വിതുമ്പി. സാരമില്ല കുട്ടി, അവർക്കു നല്ലത് വരട്ടെ. എന്തായാലും അവൻ എൻ്റെ മകൻ തന്നെയല്ലേ. കൂർത്ത കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ അവർ പതുക്കെ മുന്നോട്ട് നടന്നു. കഥ വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കഥയിൽ കോപിച്ചവൻ എന്ന പദത്തിനു പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ഓപ്ഷൻ എ ആരോരുമില്ലാത്ത, ഓപ്ഷൻ ബി ദേഷ്യപ്പെട്ടവൻ, ഓപ്ഷൻ സി ശല്യക്കാരൻ, ഓപ്ഷൻ ഡി ക്ഷുഭിതൻ. ഏതാണ് റൈറ്റ് ആൻസർ? അതെ, ഓപ്ഷൻ ഡി ക്ഷുഭിതൻ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്ന് ഗുരുവചനം. ഗുരു എന്നതിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നിത്യചൈതന്യയതി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, മഹാത്മാഗാന്ധി. ഇതിലാരെയാണ്? അതെ, ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. ആൻസർ എന്താണ്? ശ്രീനാരായണ ഗുരു. ദെൻ മൂന്നാമത്തെ ചോദ്യം. ആരെയും ഉപദ്രവിക്കരുത് എന്ന് അർത്ഥം വരുന്ന വാക്യം കഥയിൽ നിന്ന് കണ്ടെത്തുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ശല്യം ഒഴിഞ്ഞുപോട്ടെ. ഒരു പീഡയുറുമ്പിനും വരുത്തരുത്. സങ്കടപ്പെടേണ്ട, വരൂ നമുക്ക് പോവാം. ഇതിലേതാണ്? അതെ, ഒരു പീഡയുറുമ്പിനും വരുത്തരുത്. പടിയിറക്കപ്പെട്ട വൃദ്ധനെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ച കുഞ്ഞിൻ്റെ പ്രവൃത്തിക്ക് സമാനമായ സംഭവം കുടയില്ലാത്തവർ എന്ന പാഠത്തിലുണ്ട്. അതേതാണ്? ഓപ്ഷൻ എ എന്താണ് കൊടുത്തിട്ടുള്ളത്? കാട്ടുതീയിൽ നിന്ന് സ്വയം രക്ഷ തേടി പറന്നു പോകുന്ന കാക്കകൾ. ഓപ്ഷൻ ബി മഴ നനഞ്ഞു പോകുന്ന അനിയനല്ലാത്ത അനിയനെ തൻ്റെ കുടയിൽ കൊണ്ടുപോകുന്ന പെൺകുട്ടി. ഓപ്ഷൻ സി കണ്ണന് 2 കൈയിലും വെണ്ണ നൽകുന്ന അമ്മ. ഓപ്ഷൻ ഡി പാട്ടുപാടി ചുറ്റുപാടും വസന്തം വിരിയിച്ച മൈന. ഇതിലേതാണ് കൂട്ടുകാരെ? അതെ, ഓപ്ഷൻ ബി ആണല്ലേ. മഴ നനഞ്ഞു പോകുന്ന അനിയനല്ലാത്ത അനിയനെ തൻ്റെ കുടയിൽ കൊണ്ടുപോകുന്ന പെൺകുട്ടി. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അവർക്ക് നല്ലത് വരട്ടെ. എന്തായാലും അവൻ എൻ്റെ മകൻ തന്നെയല്ലേ ഈ വാക്യത്തിലൂടെ അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ എന്താണ്? യെസ്, മകൻ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല. ദെൻ ഓപ്ഷൻ ബി അഹങ്കാരിയായ മകന് കഷ്ടപ്പാടുകൾ ഉണ്ടാവട്ടെ. ഓപ്ഷൻ സി മകൻ എത്ര ഉപദ്രവിച്ചാലും അവന് ദോഷം വരുന്നൊരു കാര്യം തനിക്ക് ചിന്തിക്കാനേ ആവില്ല. ഓപ്ഷൻ ഡി മകൻ ഇതിനനുഭവിക്കാതിരിക്കില്ല. ഇതിലേതായിരിക്കും? അതെ, ഓപ്ഷൻ സി മകൻ എത്ര ഉപദ്രവിച്ചാലും അവന് ദോഷം വരുന്നൊരു കാര്യം തനിക്ക് ചിന്തിക്കാനേ ആവില്ല. ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2, അനുഭവക്കുറിപ്പ്. പുതുമഴയും പ്രവേശനോത്സവത്തിന് ഒരുങ്ങിയെത്തി. വർണ്ണക്കുടയും പുത്തനുടുപ്പുമായി നനഞ്ഞും നനയാതെയും കളിച്ചും ചിരിച്ചും നീതു സ്കൂളിൻ്റെ പടികൾ കയറി. മഴയോടൊപ്പം കൊട്ടുംപാട്ടുമായി ആർത്തുല്ലസിച്ച ആ ദിനം മറക്കാൻ പറ്റാത്തതായി. നീതുവിൻ്റെ ആ ദിവസത്തെ അനുഭവമെന്നെഴുതും. മഴയനുഭവങ്ങളും പ്രവേശനോത്സവ അനുഭവങ്ങളും വിട്ടുപോകാതെ ചേർക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ കൂട്ടുകാരെ, നമുക്കൊരു മാതൃക നോക്കിയാലോ? എങ്ങനെ എഴുതാം? അനുഭവക്കുറിപ്പ്. സ്കൂളിന് മുന്നിൽ ഭയങ്കര തിരക്കായിരുന്നു. വാഹനങ്ങൾ, കുട്ടികൾ, രക്ഷിതാക്കൾ. പെട്ടെന്ന് ചെണ്ടമേളം ഉയർന്നു. സ്കൂളിൻ്റെ പ്രവേശന കവാടം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അമ്മ എന്നെ കൈപിടിച്ച് ഗേറ്റിനടുത്തേക്ക് നടന്നു. ഞാൻ വർണ്ണക്കുടയും പിടിച്ചുകൊണ്ട് അമ്മയോടൊപ്പം നടന്നു. എൻ്റെ ബാഗ് അമ്മയുടെ കയ്യിലാണ്. ഗേറ്റ് കടന്നതും ടീച്ചർ ഓടി വന്ന് ഒരു ചെറിയ പൊതി എനിക്ക് തന്നു. മിഠായി പൊതി. മനസ്സ് നിറഞ്ഞു. മറ്റൊരു ടീച്ചർ വന്ന് വെൽക്കം എന്ന് എഴുതിയ ഒരു ബാഡ്ജ് എൻ്റെ യൂണിഫോമിൽ കുത്തിത്തന്നു. അപ്പോഴാണ് 3ാം ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച ശാലുവിനെയും മീനുവിനെയും കണ്ടത്. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അമ്മയുടെ കൈ വിടുവിച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് ഓടി. അമ്മ എൻ്റെ പിന്നാലെ ഓടുന്നത് ഞാൻ അറിഞ്ഞില്ല. ഇതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? നീതുവിൻ്റെ അനുഭവക്കുറിപ്പ് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ?
പ്രവർത്തനം 3 വാർത്ത എഴുതാം. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം എല്ലാ വിദ്യാലയങ്ങളിലും ഗംഭീരമായി ആഘോഷിച്ചു. നമ്മുടെ വിദ്യാലയത്തിലും വിപുലമായ ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടാവുമല്ലോ. ആഘോഷ പരിപാടികൾ എല്ലാവരെയും അറിയിക്കാൻ സഹായകമായ ഒരു പത്രവാർത്ത തയ്യാറാക്കൂ. പതാക ഉയർത്തൽ, ദേശഭക്തി ഗാനം, മധുര പലഹാര വിതരണം. ഈ പോയിന്റ്സ് എല്ലാം കൂട്ടുകാർ എന്ത് ചെയ്യണം? ഈ പത്രവാർത്തയിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. ആദ്യം കൂട്ടുകാരെ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ എന്തെഴുതണം? അനുയോജ്യമായൊരു തലക്കെട്ട് നൽകണമല്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം? കോഴിക്കോട് ഗവൺമെൻറ് LP സ്കൂൾ പെരുവയൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ ത്രിവർണത്തിൽ നിറം പിടിപ്പിച്ച ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഹെഡ് മാസ്റ്റർ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് ആശംസാ പ്രസംഗം, ദേശഭക്തി ഗാനങ്ങൾ, ഗാന്ധിജിയുടെ വേഷം കെട്ടിയ കുട്ടികളോടൊപ്പം ജാഥ എന്ന് നടന്നു. ഇത് ജനങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. പായസ വിതരണത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. ഇതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു പത്രവാർത്ത തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ പ്രവർത്തനം 4 എന്താണെന്ന് നോക്കിയാലോ. കുറിപ്പെഴുതാം. അനന്തുവിന് സൈക്കിൾ സവാരി ഏറെ ഇഷ്ടമാണ്. ഒരു ദിവസം സൈക്കിളിൽ അതിവേഗം സഞ്ചരിക്കുമ്പോൾ സൈക്കിൾ ഒരു പാവം നാടോടി കുട്ടിയുടെ ദേഹത്ത് പോയിടിച്ചു. അവൾ താഴെ വീണു. അവൻ അവളെ മെല്ലെ എഴുന്നേൽപ്പിച്ച് സമാധാനിപ്പിച്ചു. മുറിവുകളെല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നീട് എല്ലാ ദിവസവും ഏതെങ്കിലും സമ്മാനവുമായി അവൻ അവളെ കാണാനെത്തും. ഒരു ദിവസം ഒരു പുസ്തകമാണ് നൽകിയത്. എനിക്ക് വായിക്കാൻ അറിയില്ല, അവൾ പറഞ്ഞു. അതിനെന്താ, ഞാൻ വായിച്ചു തരാം. കഥകളും പാട്ടുകളുമായി ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. അനന്തുവിൻ്റെ സഹായത്തോടെ അവൾക്കിപ്പോൾ വായിക്കാനറിയാം, എഴുതാനറിയാം. അനന്തു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കുറിപ്പായി എഴുതൂ. കൂട്ടുകാർക്ക് എന്താണോ തോന്നുന്നത്, അതായത് കൂട്ടുകാരുടെ അഭിപ്രായം ഇവിടെ എഴുതാവുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം. അനന്ത് 2 കാര്യങ്ങൾ ചെയ്തതായിട്ട് ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. സൈക്കിൾ മുട്ടി മുറിവ് പറ്റിയ കുട്ടിയെ പരിചരിച്ചു. മറ്റൊന്ന് പുസ്തകങ്ങൾ വായിക്കാൻ പഠിപ്പിച്ചു. ഒന്നാമത്തെ പ്രവൃത്തി എന്തുകൊണ്ടും ഉചിതമായി. നാം കാരണം മറ്റൊരാൾക്ക് അപകടം വന്നാൽ അവരെ രക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. എന്നാൽ ആ നാടോടി കുട്ടിയെ എഴുത്തും വായനയും പഠിപ്പിച്ചതാകട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ്. ആ കുട്ടിയുടെ ആജീവനാന്ത കാലത്തേക്ക് പ്രയോജനപ്പെടുന്ന ഒരു സൽക്കർമ്മമാണ് അനന്തു ചെയ്തത്. അതിനാൽ അനന്തു ചെയ്ത ഈ പ്രവൃത്തി വളരെ നന്നായി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി കൂട്ടുകാർക്ക് എന്താണോ തോന്നുന്നത് അതോടെ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 5 കഥ എഴുതാം. അയ്യോ, എന്തൊരു വിശപ്പ്! ഒന്നും തിന്നാൻ കിട്ടുന്നില്ലല്ലോ. നമുക്ക് ഞാവൽ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം, കുറുമ്പൻ കാക്ക പറഞ്ഞു. അങ്ങോട്ട് പോയാൽ ഗരുഡമാവനും മറ്റു പക്ഷികളും നമ്മളെ കൊത്തിക്കൊല്ലും, ചിന്നൻ കാക്ക പറഞ്ഞു. ഇതിലും ഭേദം അത് തന്നെയാ. കാട്ടുതീ വന്നപ്പോൾ അവിടെ നിന്ന് പോരണ്ടെന്നു ഞാൻ പറഞ്ഞതല്ലേ, ചെലുമ്പൻ കാക്ക പറഞ്ഞു. എന്തായാലും നമുക്ക് ഞാവൽക്കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം, കുറുമ്പൻ പറഞ്ഞു. പിന്നെ ആരും എതിർത്തില്ല. ഞാവൽക്കാട്ടിൽ നിന്നും രക്ഷപ്പെട്ടോടിയ കാക്കകൾ തിരിച്ചെത്തി. തുടർന്ന് എന്തൊക്കെ സംഭവിച്ചിരിക്കാം? കഥ പൂർത്തിയാക്കൂ. കൂട്ടുകാർ ആദ്യം എന്ത് ചെയ്യുക? കഥയ്ക്ക് അനുയോജ്യമായൊരു തലക്കെട്ട് എഴുതുക. നമുക്ക് എന്ത് എഴുതാം? ഞാവൽക്കാട്ടിലേക്ക് വീണ്ടും തന്നെ എഴുതാം. ഓക്കെ, കുറുമ്പൻ കാക്കയുടെ നിർദ്ദേശപ്രകാരം രാത്രിയുടെ മറപറ്റി അവർ ഞാവൽക്കാട്ടിലേക്ക് പറന്നു. 2 രാത്രി പറന്ന് അവർ ഞാവൽക്കാട്ടിലെത്തി. രാത്രിയിൽ ഞാവൽക്കാട് ഒരു കറുത്ത രാക്ഷസനെ പോലെ അവർക്ക് തോന്നി. ഞാവൽക്കാടിനെ സമീപിപ്പിക്കുമ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ ഹൃദ്യമായ സുഗന്ധം അവരുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. ചിറക്കടിക്കാതെ സാവധാനം പറന്ന് അവർ വലിയൊരു ഞാവൽ മരത്തിൽ ചെന്നിരുന്നു. കുലകുലയായി പഴുത്തു നിൽക്കുന്ന ഞാവൽപ്പഴങ്ങൾ. അവരുടെ വായിൽ വെള്ളം മൂറി. പെട്ടെന്ന് മേഘങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ഗർജനം അവിടെ മുഴങ്ങി. ആരടാ അത്? ഗരുഡമ്മാവൻ്റെ ശബ്ദം. കാക്കകൾ വിറച്ച് വിറുങ്ങലിച്ചു പോയി. ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ കഥ തുടർന്ന് എഴുതുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം 6 നോക്കിയാലോ. ആസ്വാദനക്കുറിപ്പ്. പുഞ്ചിരി. പച്ചയിൽ മുങ്ങി കുളിച്ച പെണ്ണ്, പൂഞ്ചോപ്പ് ചുണ്ടത്തു തേച്ച പെണ്ണ്, പാടത്തെ പുന്നൽ കതിരുകുത്തി പാറിപ്പറക്കുന്നു കൊച്ചുപെണ്ണ്. മേനി വളഞ്ഞൊരു കൊച്ചു തെങ്ങിൻ്റെ പൊത്തിയിലിരുന്നു പെണ്ണ്, സൂത്രത്തിൽ മെല്ലെ പിടിച്ചെടുത്ത് കൂട്ടിലിട്ടപ്പോൾ കരഞ്ഞു പെണ്ണ്. കാരിരുമ്പിൻ്റെ അഴുക്കു പിന്നിൽ മാനവും നോക്കി കരഞ്ഞ കണ്ണ്, മെല്ലെ ഞാൻ കൂടു തുറന്നു വെക്കെ പുഞ്ചിരിച്ചെങ്ങോ മറഞ്ഞു പെണ്ണ്. രാമകൃഷ്ണൻ കുമരനെല്ലൂരിൻ്റെ തൂവൽ എന്ന കവിതാഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കിയാലോ.
രാമകൃഷ്ണൻ കുമരനെല്ലൂർ രചിച്ച പുഞ്ചിരി എന്ന ലഘു കവിതയാണ് വായനയ്ക്കായി തന്നിരിക്കുന്നത്. തെങ്ങിൻ്റെ പൊത്തിലിരുന്ന് ഒരു പച്ച തത്തമ്മയെ പിടിച്ച് കൂട്ടിൽ വളർത്തി. കിളിയുടെ സങ്കടം കണ്ട് കവി കൂടു തുറന്ന് കിളിയെ പറത്തിവിട്ടു. പറക്കുമ്പോൾ കിളി കവിയെ നോക്കി പുഞ്ചിരിച്ചു എന്നാണ് പറയുന്നത്. ലളിതമായ പദങ്ങളുള്ള നല്ല കവിതയാണിത്. നല്ല ഈണത്തിൽ വായിക്കാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാകും. തത്തമ്മ എന്ന വാക്ക് കവിതയിലില്ലെങ്കിലും വായിക്കുമ്പോൾ അത് തത്തമ്മയാണെന്ന് മനസ്സിലാകും. കാര്യരുമ്പിൻ്റെ അഴിക്കു പിന്നിൽ മാനവും നോക്കി കരഞ്ഞ പെണ്ണ് എന്ന വരികൾ നല്ല ആശയസമ്പന്നതയുള്ള വരികളാണ്. എനിക്ക് ഈ കവിത നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് തൂവൽ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തതാണ്. കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.